നമസ്കാരം. വൈറ്റ് സ്വാൻ ടോക്ക് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വത്തിക്കാനിൽ നിന്ന് തന്നെ പറഞ്ഞ് ഏകദേശം 54 കോടി രൂപ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് റെസ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെന്നാണ്. ഈ രൂപതയുടെ സ്ഥലം 90 കോടിക്ക് വിറ്റതിന് കേവലം 13.5 കോടിയാണ് റെക്കോർഡിക്കലി അതിരൂപതയുടെ അക്കൗണ്ടിൽ വന്നത്. ആലഞ്ചേരിക്ക് ഓശാന പാടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്ത് അജണ്ടയുണ്ടോ ആ അജണ്ട നടപ്പാക്കുന്നവരെ മാത്രമാണ് മെത്രാന്മാരാക്കിയിരിക്കുന്നത്. അഭിനയത്തിൻ്റെ മാതൃകയായിട്ട് കർത്താവ് അർപ്പിച്ച ആ കാൽകഴുകൽ ശുശ്രൂഷ, അതിനെ തുടർന്ന് വരുന്ന കുർബാന, നമ്മുടെ ഇവർക്ക് എവിടെയാണ് വിനയമുള്ളത്? രണ്ടാമതായിട്ട് ഇവരെ അടിക്കാൻ എന്ത് വടിയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ആലഞ്ചേരിയും കൂട്ടരും ആലോചിച്ചപ്പം കണ്ടുപിടിച്ച ഒരു മാർഗമാണ് സിനഡ് കുർബാന. നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് നമ്മുടെ എറണാകുളം അങ്കമാലി രൂപതയും അതുപോലെ തന്നെ സിറോ മലബാർ സഭയും തമ്മിലുള്ള തർക്കവും, ഒപ്പം ഈ സിനഡ് കുർബാനയും അതുപോലെ തന്നെ നേരത്തെ നിലവിലുള്ള കുർബാനയും നിലനിൽക്കണോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കണോ എന്നതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സിനഡ് കുർബാന സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത എല്ലാ വൈദികരും സഭ വിട്ടു പോകണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നിരവധിയായ വിശ്വാസികൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. ജൂലൈ 3-ാം തീയതി എന്ന ഒരു ഡേറ്റ് വെച്ചുകൊണ്ടാണ് ഈ സർക്കുലർ പുറത്തിറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, സീറോ മലബാർ സഭയിൽ തന്നെ കുറച്ച് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുടെ ഏറ്റവും അവസാനത്തെ വിവാദമാണ് ഇപ്പോൾ ഈ കർദിനാളിൻ്റെ പേരിൽ ഇറങ്ങിയിരിക്കുന്ന ഈ വിവാദ സർക്കുലർ. എന്താണ് ഈ സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ സിനഡ് കുർബാന നടപ്പിലാക്കുക എന്നുള്ളത് ഈ മാത്രമാണോ അജണ്ട, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്ത ഒരു വിഭാഗത്തെ പൂർണ്ണമായി മാറ്റി നിർത്തുക എന്ന ലക്ഷ്യമാണോ ഈ അജണ്ടയിലൂടെ നടപ്പിലാക്കുന്നത്? ഞാൻ ആദ്യമേ തന്നെ രാജേഷ് പറഞ്ഞ ചോദ്യത്തിന് ചെറിയൊരു തിരിച്ചറിവ് വരുത്തുകയാണ്. ആക്ച്വലി സീറോ മലബാർ സഭയും ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുമായിട്ട് ഒരു വിഷയമില്ല. ബേസിക് പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ സീറോ മലബാർ സഭയിലെ കുറേ മെത്രാന്മാരും, അത് ഇപ്പോൾ അധികാരസ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട മാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ള മെത്രാന്മാർ, ആൻഡ്രൂസ് താഴത്ത്, ഇവരുടെ കുറേ ഈഗോ ഉണ്ട്. ഈ സീറോ മലബാർ സഭ എന്ന് പറയുന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തോമാസ് ലീഗ വന്നു സ്ഥാപിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കൊടുങ്ങല്ലൂർ, അങ്കമാലി, എടപ്പള്ളി, ഈ ഭാഗത്തുനിന്ന് കുറവലങ്ങാട്, ഈ ഭാഗത്തായിരിക്കണമല്ലോ ആദ്യകാലത്ത് ആക്ച്വലി സഭ ഇവിടെ അല്ലെങ്കിൽ ക്രൈസ്തവ ഒരു വിശ്വാസം രൂപപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഈ കേരളം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ക്രൈസ്തവ സഭകൾ. അതിന് നമ്മൾ പല പേരുകളിൽ വന്നു, പല വിഭജനങ്ങളുണ്ട്. എല്ലാ അധികാരത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വടംവലി വഴി വന്നതാണ്. ഈ സഭ 1923 സിറോ മലബാർ സഭ എന്ന ഒരു ഹൈറാർക്കി രൂപീകരിച്ചു. 1923 തൊട്ട് ആക്ച്വലി ഈ സിറോ മലബാർ സഭയുടെ ഹൈറാർക്കിക്കൽ ഹെഡ് എന്ന് പറയുന്നത് എറണാകുളം അതിരൂപത മെത്രാപ്പൊലീത്തയായി. 1993 ഈ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായിട്ട് ഉയർത്തിയപ്പോൾ ഇതിൻ്റെ പേര് മാറ്റി എറണാകുളം അങ്കമാലി അതിരൂപത രൂപതയായി. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച് ഓഫ് എറണാകുളം അങ്കമാലി എന്നാണ് സഭയുടെ ഒറിജിനൽ പേര്, വത്തിക്കാനിലെ ഡോക്യുമെന്റ്സ്. സിറോ മലബാർ എന്നല്ല. അന്നേരം ബേസിക്കലി എറണാകുളം അങ്കമാലി അതിരൂപതയും മറ്റു രൂപതകൾ ഇതിൻ്റെ സാമന്ത രൂപതകളുമായിട്ടുള്ള ഒരു സഭയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഭ. പക്ഷേ സിനഡ് രൂപീകരിക്കുകയും സിനഡ് മെത്രാന്മാരിൽ ഭൂരിപക്ഷം പേരും എറണാകുളംകാരല്ലാതാവുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ചങ്ങനാശ്ശേരി ലോബിക്ക് ഇതിന് മേലൊരു ആധിപത്യമാണ്. ഈ ആധിപത്യം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുദ്ദേശിക്കുന്ന വിധത്തിൽ വേണം ഇവിടെയും കാര്യങ്ങളെല്ലാം എന്നുള്ളൊരു രീതി വന്നു കഴിഞ്ഞു. ആക്ച്വലി നമ്മുടെ മോദിയുടെ നോട്ട് നിരോധന സമയത്താണ്, അതിന് സ്വല്പം മുമ്പാണ് ഈ സഭയിലേക്ക് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം, അതും വ്യക്തമല്ല. ഇവിടുത്തെ 90 കോടി രൂപയ്ക്ക് ഇവിടുത്തെ സ്ഥലങ്ങൾ വിൽക്കുന്നത്, എറണാകുളത്തെ സ്ഥലങ്ങൾ, ഇടുക്കി പോയി സ്ഥലം മേടിക്കുന്നു. അത് കാതലായ സ്ഥലങ്ങളാണ് ഇവിടുത്തെ വിറ്റിരിക്കുന്നത്. ഇവിടെ വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്നത് പുറമ്പോക്ക് പോലുള്ള സ്ഥലങ്ങളായിരുന്നു. അത് മരടിലെ സ്ഥലം, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള സ്ഥലം. പക്ഷേ വിറ്റത് യഥാർത്ഥത്തിൽ ഈ തൃക്കാക്കരയിലെ ഏറ്റവും കാതലായ സ്ഥലം. ആ സ്ഥലത്തിന് ആക്ച്വലി ഇവിടെ 15 ലക്ഷം രൂപ സെന്റിന് വിലയുള്ളപ്പം 3 ലക്ഷം രൂപ സെന്റിനാണ് ആധാരത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ സ്ഥലത്തെ സംബന്ധിച്ച് നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികളായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും ഇതിൻ്റെ ഇടനിലക്കാരനായ സാജി ബോറിസ് കുന്നേലിനെ അരിച്ചു പെറുകിയപ്പോൾ അവർ കണ്ടെത്താനായത് 90 കോടി രൂപയുടെ
ഇടപാട് നടന്നു എന്നാണ്. ആ 90 കോടി രൂപയുടെ ഇടപാട് നടന്നു എന്നുള്ളത് വെച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപത ഈ സ്ഥലം വിറ്റതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് 6.5 കോടി രൂപ പിഴ അടച്ചു. ഷാജി വർഗീസ് കുന്നേലിനും 10-15 കോടി രൂപ പിഴ അടച്ചു. 10 കോടി രൂപ എന്തോ ആ സമയത്ത് പിഴ പെനാൽറ്റി അടച്ചാണ് അവൻ ആ കേസിൽ നിന്ന് പതുക്കെ ഒന്ന് ഊരിയത് പോലും. ഷാജി വർഗീസ് കുന്നേൽ ഇതെല്ലാം പത്രമാധ്യമങ്ങളിലെല്ലാം വന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ രൂപതയുടെ സ്ഥലം 90 കോടിക്ക് വിറ്റതിന് കേവലം 13.5 കോടിയാണ് റെക്കോർഡിക്കലി അതിരൂപതയുടെ അക്കൗണ്ടിൽ വന്നത്. അതിൽ നിന്ന് 6.5 കോടി പിഴ അടച്ചു. ബാക്കി അവർക്ക് വന്ന് 7 കോടി രൂപയാണ്. 90 കോടിയുടെ സ്ഥലത്തിന് 7 കോടി രൂപ. ഈ വ്യത്യാസത്തിൽ വെളിയിൽ വന്നപ്പോൾ 2017 നവംബർ മാസത്തിലാണ് ഈ വിഷയങ്ങൾ വളരെ അധികം ചർച്ചയായി വരുന്നത്. പക്ഷേ 2017 ജൂലൈ 3 തന്നെ ഞാൻ മാർ ആലഞ്ചേരിയോട് ഈ വിഷയം ചോദിച്ചിരുന്നു. ജൂലൈ 3 സഭാദിനം ആഘോഷിക്കുന്ന ദിവസം പേഴ്സണൽ ടോക്കിലാണ് ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഈ വിഷയത്തിൽ നിന്ന് ഇടപെടേണ്ട, ഷാജി വർഗീസ് കുന്നേൽ നേരിടുന്നറിയുന്നുള്ളവനാണ്, അവനത് തീർത്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ നിശബ്ദനായി അവിടുന്ന് പോരുകയായിരുന്നു ചെയ്ത്. അന്നും ഞാൻ ആലഞ്ചേരിയോട് ആദ്യം പറഞ്ഞത്, പിതാവേ, ഈ വിഷയങ്ങളിൽ പിതാവൊന്ന് സ്വയം ഈ വൈദികരോട് തുറവിയുള്ളതാകുക, കാര്യങ്ങൾ ഏറ്റു പറയുക. പിതാവിന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറയുക. കാരണം പിതാവിൻ്റെ മക്കളാണ് ഈ വൈദികർ. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരും അംഗീകരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങേര് അതിനൊന്നും തയ്യാറായില്ല. അത് കഴിഞ്ഞു ഇങ്ങേര് ബംഗ്ലാദേശിൽ ഡാക്കയിൽ മാർപ്പാപ്പ വന്ന മീറ്റിങ്ങിന് പോയി. തിരിച്ചു വന്നപ്പോൾ ഇങ്ങേർക്ക് പനിയായി. പിന്നെ ഇങ്ങേർക്ക് ആക്ച്വലി ഈ ഹാർട്ട് പ്രോബ്ലം വന്നു, സ്റ്റെൻറ്റ് ഇടേണ്ടി വന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ പുള്ളി ഈ പ്രശ്നങ്ങൾ വഷളായപ്പോഴത്തേന് പുള്ളി മൗനത്തിൻ്റെ വാൽമീകത്തിലേക്ക് പോയി. ആ മൗനത്തിൻ്റെ വാൽമീകമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങേര് പറഞ്ഞല്ലോ, ഞാൻ ശബ്ദിച്ചു കഴിഞ്ഞാൽ എന്തോ പ്രശ്നം വരുമെന്ന്. ഇങ്ങേര് ശബ്ദിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രശ്നം വരാനാ? ആരാണോ തെറ്റ് ചെയ്തത് അവർ അത് പറയേണ്ടതായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ഇഞ്ചിയോടി കമ്മീഷൻ്റെയും മറ്റ് കമ്മീഷനുകളുടെയും KPMGയുടെ റിപ്പോർട്ട് സ്റ്റഡി ചെയ്തിട്ട് വത്തിക്കാനിൽ നിന്ന് തന്നെ പറഞ്ഞ് ഏകദേശം 54 കോടി രൂപ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് റെസ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെന്നാണ്. ആ റെസ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ട ആരാ? ഈ സീറോ മലബാർ സിനഡാണ്. നേരം ഇവരുടെ മുന്നിൽ 54 കോടി രൂപയുടെ റെസ്റ്റിറ്റ്യൂഷൻ നിൽപ്പുണ്ട്. കൂടാതെ മാർ ജോർജ് ആലഞ്ചേരിയുടെ പേരിൽ കുറേ കേസുകൾ വന്നു. ഈ കേസുകൾ വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേസിൽ തലയൂരണം, റെസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്ക് വരരുത്. അതിനാണ് ഇവർ ഈ പെട്ടെന്ന് തന്നെ സിനഡ് ടൈപ്പ് കുർബാനയിൽ നിന്ന് 2001 ഹിന്ദിയിൽ പറഞ്ഞ ഠണ്ടേ ബസ്തയിൽ, അതായത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചിരുന്ന സബ്ജക്റ്റാണ് ഈ സിനഡ് കുർബാന. ആ കുർബാന 2022 ആയപ്പോഴത്തേന് പൊക്കിക്കൊണ്ട് വരുന്നു, അല്ലെങ്കിൽ 20 കഴിഞ്ഞപ്പോൾ. ഇത് പൊക്കിക്കൊണ്ട് വരുന്നതിനായിട്ടുള്ള സിനഡ് കൂടിയത് ഓൺലൈൻ സിനഡാണ്. ഓൺലൈൻ സിനഡിന് സത്യത്തിൽ കത്തോലിക്ക സിസ്റ്റത്തിൽ യാതൊരു നൈയാമികതയില്ല. അതായത് മെത്രാന്മാർ നേരിട്ട് കൂടുന്ന സിനഡിന് മാത്രമേ കത്തോലിക്ക സഭയിൽ നൈയാമികതയുള്ളൂ. കാനൻ നിയമപ്രകാരം തന്നെ അത് തെറ്റാണ്. ഈ സിനഡ് കൂടിയിട്ട് ഇവർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുകളിൽ ഈ അവർ അതുവരെ ചൊല്ലിക്കൊണ്ടിരുന്ന കുർബാന, അതായത് കുറഞ്ഞത് ഒരു 50 വർഷമെങ്കിലുമായിട്ട് ഇവർ ജനാഭിമുഖ കുർബാനയാണ് ചെല്ലുന്നത്. ആ കുർബാന നിരോധിച്ചുകൊണ്ട് ഇവർ സിനഡ് കുർബാനയിൽ അടിച്ചേൽപ്പിച്ചു. ഈ പ്രശ്നങ്ങൾ മുഴുവൻ സത്യം പറഞ്ഞാൽ ഈ 54 കോടിയുടെ റെസ്റ്റിറ്റ്യൂഷൻ ഇവർക്ക് കൊടുക്കാൻ പറ്റുകയില്ല. രണ്ടാമതായിട്ട് ഇവരെ അടിക്കാൻ എന്ത് വടിയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ആലഞ്ചേരിയും കൂട്ടരും ആലോചിച്ചപ്പം കണ്ടുപിടിച്ച ഒരു മാർഗമാണ് സിനഡ് കുർബാന. ഇത് ശരിക്കും ഈ സഭയിലുണ്ടായ വലിയ അഴിമതിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കവും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഭാഗീയതയാണല്ലോ യഥാർത്ഥത്തിൽ. അതെ, ഇത് തീർച്ചയായിട്ടും അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം കൊണ്ടുവന്ന ഒരു സിസ്റ്റം. അതെ, പക്ഷേ എങ്ങനെയാണ് ഈ സിനഡ് സിനഡ് എന്ന് പറയുന്നതാണല്ലോ ഇതിൻ്റെ ഒരു ഏറ്റവും ഉന്നതാധികാര സമിതി എന്ന് പറയുന്നത് സിനഡാണല്ലോ. സിനഡ് എങ്ങനെയാണ് ഏകപക്ഷീയമായിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടതെന്നും ഇത് പോപ്പിനെ കൊണ്ട് പിന്നീട് അംഗീകരിപ്പിച്ചു എന്ന് പറയുന്നു. പോപ്പിന്റെ അംഗീകാരം കിട്ടിയത് കൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടായത്? അതിൽ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനഡ് എന്ന് പറയുന്നത് ഇന്ന് ഒരു തമാശ വാക്കായിട്ട് മാറിക്കഴിഞ്ഞു. സത്യത്തിൽ ഈ നസ്രാണി സഭകളുടെ അല്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അൽമായരും വൈദികരും എല്ലാവരും ഒന്നിച്ചു ചേരുന്ന ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം ആണ് ആക്ച്വലി സിനഡ് ആകേണ്ടിയിരിക്കുന്നത്. ഇത് പക്ഷേ ഇവര് മാർ ജോസഫ് പോവത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളവരെല്ലാം ചേർന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പല കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് ആക്ച്വലി പഴയ കുർബാനക്രമം കൊണ്ടുവരണം, പഴയ പാരമ്പര്യം കൊണ്ടുവരണം. ഈ പാരമ്പര്യത്തിലൊന്നും ഇവർ പഴയ ആക്ച്വലി ഈ ജനാധിപത്യപരമായിട്ടുള്ള ഒരു സിസ്റ്റം അവർ കൊണ്ടുവന്നില്ല. അവരെ അത് മാറ്റി വെച്ചിട്ട് ഇവർ ലത്തീൻ കാനലിൽ നിന്ന് കുറച്ച് ഈ എന്ത് മെത്രാന്മാർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു, അത് മാത്രം എടുത്തു.
അതുപോലെ തന്നെ സഭയുടെ ഭരണക്രമം ഫുള്ളായിട്ടും ലത്തീൻ രീതിയിലാക്കി. അല്ലാതെ ഇവർ പഴയ പാരമ്പര്യത്തിലോട്ട് ഒരിടത്തും പോയിട്ടില്ല. സഭയിലെ കാര്യങ്ങൾ മുഴുവൻ നടത്തിയിരുന്ന പള്ളിയോഗങ്ങളാണ്. ഈ പള്ളിയോഗം എന്നുള്ള കൺസെപ്റ്റ് തന്നെ ഇപ്പം സീറോ മലബാർ സഭയിൽ നിന്ന് മാറ്റിക്കുന്നു. കൂടാതെ ഈ പള്ളിയോഗങ്ങൾ എടുത്തിൽ നിന്ന് ഒരു അൽമായ നേതൃത്വമായിരിക്കും ഭരിക്കുന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം. ആ അൽമായ നേതൃത്വമാണോ, പണ്ട് അർക്കദിയാക്കണമെന്നൊരു പോസ്റ്റ് പറഞ്ഞിരുന്നു, ആർച്ച് ഡീക്കൺ എന്നുള്ളത്. ഈ ആർച്ച് ഡീക്കൺ ആണ് പിന്നീട് ആക്ച്വലി മെത്രാനായും യാക്കോബായ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലോട്ട് മെത്രാനായിട്ട് വരുന്നത്. ഈ ആർച്ച് ഡീക്കൺ പോലും അൽമായനായിരുന്നാണ് പറയപ്പെടുന്നത്. നേരം സഭയുടെ പരമാധികാരം മൊത്തം അൽമായരിലായിരുന്നു. വൈദികരെ തിരഞ്ഞെടുക്കുന്നത് ഏത് ഇടവകയിൽ നിന്ന് വൈദികർ വേണമെന്നും ഏത് പയ്യൻ വൈദികനാകണമെന്ന് തീരുമാനിച്ചിരുന്നെന്ന് അൽമായ സംഘങ്ങൾ ഈ കൂട്ടായ്മയാണ്. അത് തികച്ചും ജനാധിപത്യപര ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പെല്ലാം മാറ്റിയിട്ട് ഇപ്പം ഏറ്റവും രസകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് 6.5 ലക്ഷം വിശ്വാസികളുണ്ട്. സീറോ മലബാർ സഭയിൽ മൊത്തത്തിൽ നോക്കിയാൽ 21 രൂപതകളിൽ കൂടെ ഒന്നിച്ചു കൂട്ടിയാൽ പോലും ഈ 6.5 ലക്ഷം വിശ്വാസികളില്ല. ഈ 6.5 ലക്ഷം വിശ്വാസികൾക്ക് ഇന്ന് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെത്രാനില്ല. എന്നാൽ ഈ ചിതറിക്കിടക്കുന്ന 6.5 ലക്ഷത്തിന് 21 മെത്രാന്മാരുണ്ട്. ഈ 21 മെത്രാന്മാരും പിന്നെ ഇവർ തീരുമാനിക്കുന്ന ആലഞ്ചേരിയുടെ കാലം എന്ന് പറയുന്ന ആ സമയത്ത് ആലഞ്ചേരിക്ക് ഓശാന പാടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് അജണ്ടയുണ്ടോ ആ അജണ്ട നടപ്പാക്കുന്നവരെ മാത്രമാണ് മെത്രാന്മാരാക്കിയിരിക്കുന്നത്. കേരളത്തിന് പുറത്തും ഉള്ള എല്ലായിടത്തും അത് മൊത്തം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ മാത്രം ഓരോ മെത്രാന്റെയും സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് ഏറ്റവും അത്ഭുതം തോന്നുന്നൊരു സംഭവം, ഈ ഇപ്പോഴുള്ള മാർപ്പാപ്പ യഥാർത്ഥത്തിൽ വലിയ പുരോഗമനവാദിയും എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾ നടത്തണം, സഭയെ കുറച്ചും കൂടി ഈ തുറന്ന ഒരിതിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കുകയും എല്ലാ പഴയ തരത്തിലുള്ള കടുംപിടുത്തങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം എന്ന് പറയുകയും അതിനനുസരിച്ച് വലിയ മാറ്റങ്ങൾ നിരന്തരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മാർപ്പാപ്പയ്ക്ക് മുന്നിലാണ് ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള ഒരു മാറ്റം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അൽമായരെടുത്ത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മാർപ്പാപ്പ പറഞ്ഞു പോയി എന്നും അതുകൊണ്ട് മാർപ്പാപ്പയ്ക്ക് തിരിച്ചു പറയാൻ പറ്റില്ല, അത് ഒരു ഉത്തരവ് നടപ്പിലാക്കി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു നിയമം പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് മാർപ്പാപ്പയെ ഇവർ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചാണോ, അല്ലെങ്കിൽ മാർപ്പാപ്പയ്ക്ക് ഇവിടുത്തെ വിഷയങ്ങൾ മാർപ്പാപ്പയുടെ പ്രതിനിധിയൊക്കെ വരികയും ഇവിടെ പഠിക്കുകയും കാര്യങ്ങൾ പഠിക്കുകയും പലരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് മാർപ്പാപ്പ ഈ പ്രശ്നത്തിൽ നേരിട്ടിടവാൻ പറ്റുക? ഇത് സ്വതന്ത്ര സഭ ആയതുകൊണ്ട് മാത്രമാണ്. എൻ്റെ ചെറുപ്പത്തിൽ തൊട്ടുള്ള കാര്യങ്ങൾ എടുക്കുമ്പം ഞാൻ പ്രധാനമായിട്ട് കണ്ടത് അറിഞ്ഞത് 3 പേപ്പസിയാണ്. ആദ്യത്തെ പേപ്പസി ജോൺ പോൾ രണ്ടാമൻ്റെ പേപ്പസി, രണ്ടാമത്തെ പേപ്പസി ബെനഡിക്ട് 16 പേപ്പസി, മൂന്നാമത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേപ്പസി. ഈ ജോൺ പോൾ രണ്ടാമൻ്റെ പേപ്പസിയിൽ ആദ്യകാലത്ത് വളരെയധികം വിപ്ലവങ്ങൾ സഭയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചായി കഴിഞ്ഞപ്പോഴും ജോൺ പോൾ രണ്ടാമന് വയ്യാണ്ടായി. ബെനഡിക്ട് 16 അന്ന് കാർഡിനൽ റാറ്റ്സിംഗർ, അദ്ദേഹം വിശ്വാസ ദർശനത്തിന്റെ അധ്യക്ഷനായിരുന്നു. അദ്ദേഹം സഭയുടെ ഭരണം മൊത്തമായിട്ട് കയ്യിലാക്കി. ജോൺ പോൾ രണ്ടാമൻ കേവലം ഒരു നോക്കുകുത്തി മാത്രമായി. ഈ സമയത്ത് ആണ് 2000 ജോൺ പോൾ രണ്ടാമൻ പോയി സഭയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും മാപ്പ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇസ്രായേൽ, അതായത് എനിക്ക് തോന്നുന്നു ജോർദാനിൽ വെച്ചോ അങ്ങനൊരു മിയാ കുൾപ്പ പറയുന്നത്, മിയാ മാക്സിമം കുൾപ്പ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് 2001 2002 ഈ ബെനഡിക്ട് 16 വിശ്വാസ തിരുസംഘാധ്യക്ഷനായിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ലോകത്തിലുള്ള എമ്പാടുമുള്ള എല്ലാ മെത്രാന്മാർക്കും ലെറ്റർ എഴുതുന്നു. ലെറ്ററിലെ സബ്ജക്റ്റ് എന്താണ്? വൈദികരുടെ ബാലപീഡനം നിങ്ങൾ വെളിയിൽ വിടരുത്. കാരണം വൈദികരുടെ ബാലപീഡനം എല്ലായിടത്തും വരാൻ തുടങ്ങി, ഇത് വലിയ ഇഷ്യൂ ആകുമെന്ന് കണ്ടപ്പം ജോൺ പോൾ രണ്ടാമൻ അത് മൂടി വെക്കണം. അതായത് നമ്മളിവിടെ ചില കരിസ്മാറ്റിക് പ്രീച്ചേഴ്സ് പറയുന്നുണ്ടല്ലോ, അപ്പൻ്റെ പാപം നിങ്ങൾ പുതപ്പെട്ട് മൂടണം. ആ പുതപ്പെട്ട് മൂടുന്നത് ആണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി പാപം പുതപ്പെട്ട് മൂടിയാലൊന്നും പാപം പോകത്തില്ല. അതൊരു പ്രകൃതി നിയമമാണ്. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രകൃതിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ആര് പാപം ചെയ്തെന്ന് പറഞ്ഞാൽ ഇന്നലെ നാളെ അത് വെളിയിൽ വരും. അതുകൊണ്ടാണ് റോബിൻ അച്ഛനൊക്കെ ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. അതെ. അന്നേരം അല്ല, റോബിൻ അച്ഛന് വെളിയിൽ പോകാനായിട്ട് ആക്ച്വലി വഴിയുണ്ടാക്കി കൊടുത്തവരാണ് ഇപ്പൊ അധികാരത്തിൽ ഇരിക്കുന്ന കർദിനാൾ വരെ. അവർ ആക്ച്വലി എന്നാണെന്ന് ചോദിച്ചാൽ 2017 ഫെബ്രുവരി 27 28 റോബിൻ അറസ്റ്റിലാകുന്നത്. അറസ്റ്റിലാകുന്ന സമയത്ത് റോബിനെ പോലീസ് പിടിക്കുന്നത് മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിന്റെ വെളിയിൽ വെച്ചാണ്. പിന്നെ റോബിനെ റോബിനെ ആക്ച്വലി ഈ ഇവിടെ കാക്കനാട് ഉണ്ടായിരുന്ന ഒരു വൈദികനെ ഈ നമ്മുടെ വളഞ്ഞമ്പലത്തെ ഒരു ഏജൻസിയിൽ വിട്ട് അവരാണ് ആക്ച്വലി റോബിന് കാനഡയ്ക്ക് വേണ്ടിയുള്ള വിസ പ്രോസസ് ചെയ്തത്.
അത് എല്ലാം ആയി കഴിഞ്ഞ് റോബിൻ നേരെ നെടുമ്പാശ്ശേരിക്ക് പോകുമ്പോഴാണ് പോലീസ് പോയി പൊക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടും റോബിനെ സംരക്ഷിക്കാനായിട്ട് എല്ലാ ശ്രമങ്ങളും ഇവർ ചെയ്തു. അല്ല, ഈ കൊട്ടിയൂർ പീഡനവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ സഭയിലുള്ള എല്ലാ വൈദികരും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അതുപോലെ കന്യാസ്ത്രീ മഠങ്ങളും എല്ലാം പൂർണ്ണമായിട്ടും എല്ലാവരും ശ്രമിച്ചു. പക്ഷേ അവിടെയാണ് ഞാൻ പറഞ്ഞത്, ദൈവം അല്ലെ പ്രകൃതി നിയമം എന്ന് പറയുന്നത് ഈ ഒന്നാണ്. ആക്ച്വലി എന്നാണെന്ന് ചോദിച്ചാൽ ഇവര് ഈ DNA ടെസ്റ്റ് നടത്തുന്നിടത്ത് ഏജൻസിയെ ചെയ്യുന്ന ആളിനെ പോലും സ്വാധീനിക്കാൻ ഇവർ ശ്രമിച്ചു. പക്ഷെ അതെല്ലാം പാളി അവസാനം കൊച്ചു റോബിൻ്റെയാണ് തെളിഞ്ഞു. അങ്ങനെയാണ് ആക്ച്വലി റോബിൻ കുറ്റക്കാരനാണെന്ന് വിധിക്കപ്പെടുന്നത്. എന്നിട്ടും ഇവരെന്തെല്ലാം നാടകങ്ങൾ നടക്കുന്നു, റോബിനെ എങ്ങനെയെല്ലാം വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. കൂടെ റോബിൻ മാത്രമല്ലല്ലോ, ഇവിടെ പല റോബിന്മാരില്ലേ, പിടിക്കപ്പെടാത്ത ഒത്തിരി പേരുണ്ട്. പിടിക്കപ്പെട്ടവർ തന്നെ ഇപ്പം അഫയ കേസ് എത്രയോ വർഷമായി പാവം ജോൺ പുത്തമ്പരക്കലും മാത്രമാണ് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. വേറെ ആരുണ്ട് ആക്ച്വലി അഫയ്ക്ക് വേണ്ടി നീതിക്ക് വേണ്ടി പറയാനായിട്ട്? ഒറ്റ മെത്രാൻ, ഒരു നല്ലൊരു വൈദികൻ ഇതുവരെ പരസ്യമായിട്ട് അഫയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എത്ര വർഷമായി അവർ മരിച്ചിട്ട്. അവര് ഈ അടുത്തിടയ്ക്ക് ഒരു നായ്ക്കമ്പറമ്പൻ എന്ന് പറയുന്ന ഒരു കരിസ്മാറ്റിക്കുകാരൻ അയാൾ പറഞ്ഞ എന്താണ്, അഫയെ പാപം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് പാപമാണ് ചെയ്തത്? കണ്ടു എന്നുള്ളതാണ്. അത് ആ ഒരു ഇവര് ചെയ്യുന്ന തെറ്റ് കണ്ടു, അതിന്റെ പേരിൽ അവരെ തലക്കടിച്ചു കൊന്നു. ഇനിയും സത്യം പറഞ്ഞാൽ ഈ ഇന്നത്തെ ഈ സിറോ മലബാർ സഭയിലെ ഈ ഹൈറാർക്കിയുടെ കയ്യിൽ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം മൊത്തം കിട്ടിക്കഴിഞ്ഞാൽ അവർ ആക്ച്വലി അഫയെ സ്വയം തലക്കടിച്ച് മരിച്ചു എന്നിട്ട് കിണറ്റി ചാടി മരിച്ചു എന്നുള്ള വിധത്തിൽ വേണമെങ്കിലും ആക്കാൻ അവർ തയ്യാറാണ്. അല്ല, ഇപ്പൊ ഈ കുറവനങ്ങാട് കന്യാസ്ത്രീ മഠത്തിലുണ്ടായ പീഡനവുമായി ബന്ധപ്പെട്ട് ജലന്ധർ ബിഷപ്പ്, താങ്കൾ ജലന്ധർ ഇരുന്നു എന്നുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, ജലന്ധർ ബിഷപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയം എത്ര പ്ലാൻഡ് ആയിട്ടാണ് ആ വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആളുകളും ഒരുമിച്ച് ഇറങ്ങിയെന്നുള്ളത് നമ്മൾ കേരളം കണ്ടതാണ്. ഞാൻ ആക്ച്വലി 2016 ഈ ജലന്ധറിൽ നിന്ന് വൈദികർ എനിക്ക് കുറേയേറെ റിപ്പോർട്ടുകൾ ഇമെയിലിൽ തന്നിരുന്നു. ഇമെയിലെല്ലാം പ്രിന്റ് എടുത്ത് ഞാൻ മാർ ജോർജ് ആലഞ്ചേരിയുടെ കൈ കൊണ്ട് കൊടുത്തു ഉടനെ ഇദ്ദേഹം എന്നോട് ചോദിച്ചു, ഇത് കണ്ടിട്ട് ഉടനെ അതിനകത്ത് ഈ ഫ്രാങ്കോ നടത്തുന്ന എല്ലാ വൃത്തികേടുകളും ഉണ്ട്. അതായത് ഇദ്ദേഹം നടത്തിയിരുന്നല്ലോ എ ഡേ വിത്ത് ദ ഷെപ്പേർഡ്, ഡേനോടൊപ്പം ഒരു ദിവസം ഈ കന്യാസ്ത്രീ കിടന്നു കൊടുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലോജിക്ക്. ആ വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുള്ള മെയിലുകൾ തന്നെ ഞാൻ കൊണ്ട് പ്രിന്റ് എടുത്ത് കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത്, നീ എന്നെ ഈ കസേരയിൽ ഇരുത്താൻ സമ്മതിക്കില്ലെന്ന് ചോദിച്ചു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കാരണം അദ്ദേഹം പറഞ്ഞ ഈ ഫ്രാങ്കോ ഒപ്പോസ്റ്റ് ഡിയുടെ ആളാണ്. ഒപ്പോസ്റ്റ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വത്തിക്കാന്റെ മഫിയാണ്. അന്നേരം ഈ ഒപ്പോസ്റ്റ് ഡിക്കാർ വന്ന് ഇങ്ങനെ തട്ടിക്കളവെന്നുള്ളതായിരുന്നു ഇങ്ങനെ പേടി. എന്തുവാകട്ടെ, അങ്ങേരെ അത് കളഞ്ഞു, അങ്ങേരെ അത് മാറ്റി വെച്ചു. ഞാനതിൽ പിന്നെ പ്രാധാന്യം കൊടുത്തില്ല. അത് കഴിഞ്ഞ് പറയുകയാണ് ഈ ഫ്രാങ്കോയുടെ വിഷയങ്ങൾ വരുന്നത്. വിഷയങ്ങളെല്ലാം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. ആ വിഷയത്തിലെല്ലാം ഫ്രാങ്കോയെ ആരൊക്കെ ന്യായീകരിച്ചാലും ഫ്രാങ്കോ തെറ്റുകാരനാണ്. സിംബോറിയൻ ഗീപ്രത്ത് എന്ന് പറഞ്ഞ പാല കടപ്പളാമറ്റംകാരനായിട്ടുള്ള ഒരു കപ്പൂച്ചിൻ അച്ഛനാണ് അവിടെ മെത്രാനായിട്ട് വരുന്നത്. ഈ സിംബോറിയൻ ഗീപ്രത്ത് എന്ന് പറഞ്ഞ ശരിക്കും ഒരു ദാരിദ്ര്യാരൂപിയുടെ വ്യക്തിയും ശരിക്കും കഷ്ടപ്പാടിൻ്റെ വ്യക്തിയൊക്കെ ആയിരുന്നു. ഈ സിംബോറിയൻ ഗീപ്രത്ത് നാടുനീളെ വന്ന് എല്ലാ മഠങ്ങളിലും പോയിട്ട്, മക്കളെ ഞാനിങ്ങനെ ഒരു രൂപ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് കന്യാസികളെ അവിടെ കൊണ്ടുപോയി അവർക്കെല്ലാം സ്ഥലങ്ങളും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്തു. അവരവിടെ സ്കൂളുകൾ സ്ഥാപിച്ചു, സ്കൂളുകൾ ഡെവലപ്പായി, അത് രൂപതയുടെ സ്കൂളായി. അങ്ങനെ ആ സ്കൂളുകൾ, അതുപോലെ ചെറിയ ആശുപത്രികൾ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ രൂപത വളരുന്നത്. ഈ രൂപത വളർന്നു. സിംബോറിയൻ ഗീപ്രത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഡൽഹി ആർച്ച് ബിഷപ്പായിട്ടുള്ള ക്യൂട്ടോ വന്നു അവിടെ. ഈ കുട്ടോയെ സംബന്ധിച്ചുള്ളതെന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ജനകീയനായിരുന്നു. ഇദ്ദേഹം ആക്ച്വലി മംഗലാപുരംകാരൻ. ഇദ്ദേഹം അവിടെ നോക്കുമ്പോൾ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള 60-ലധികം വൈദികരിൽ ഒരു 56 പേരും മലയാളികളാണ്. ഇവരെ കയ്യിലെടുക്കാനായിട്ട് ഇദ്ദേഹം ആദ്യം ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അച്ഛന്മാർക്കും ഒരു സ്പ്ലിറ്റ് AC, ഒരു ഡബിൾ ഡെക്കർ ഫ്രിഡ്ജ്, ഒരു മഹീന്ദ്രയുടെ നല്ല വണ്ടി, എല്ലാവർക്കും SD, എല്ലാവർക്കും നല്ല ലാപ്ടോപ്പ്, ജീവിത സൗകര്യങ്ങൾ എല്ലാ വൈദികർക്കും മെച്ചപ്പെടുത്തി കൊടുക്കും. വൈദികരെല്ലാം ഇങ്ങേറെ കൂട്ടത്തില്ലേ. അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ വത്തിക്കാനിൽ ഇൻഫ്ലുവൻസ് ചെലുത്തി. അതും തെറ്റായ ഇൻഫ്ലുവൻസ് ആണെന്ന് ജലന്ധർ രൂപതയിലെ ചില വൈദികർ പറഞ്ഞിരുന്നു. ചെലുത്തി ഫ്രാങ്കോ അവിടെ മെത്രാനായി. ഫ്രാങ്കോ മെത്രാനായി കഴിഞ്ഞതോടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അവിടെ പിന്നെ ഈ കുട്ടോയുടെ കാലത്തൊന്നും കറപ്ഷൻ ഒന്നും ഈ പറയുന്ന ലെവലില്ല. അവിടെ പിന്നെ സാമ്പത്തിക തിരിമറികളും കറപ്ഷനും ഒക്കെ ആയിട്ടാണ് ഈ രൂപത അങ്ങ് മാറുകയായിരുന്നു. ഇന്ന് ആക്ച്വലി ക്രിസ്തു പാർന്ന് നമുക്ക് നല്ലൊരു വലിയൊരു മൂല്യങ്ങളുണ്ട്. ക്രിസ്തു ബേസിക്കലി സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ക്രിസ്തു 12 ശിഷ്യന്മാരുടെ കാല് കഴുകുക. ഇവൻ അറിയാവനെ യൂദാസ് ഒറ്റുകൊടുക്കാൻ പോകണം. പക്ഷെ ആ യൂദാസിന്റെ പോലും കാല് കഴുകിയിട്ട് കാല് ചുംബിച്ചിട്ടാണ് യേശു അവിടെ ഇരിക്കുന്നത്. അത്രമാത്രം എളിമയുടെ ഒരു
കൂദാശ സ്ഥാപിച്ചിട്ട് ആ എളിമയുടെ രൂപമായിട്ടാണ് ഇവൻ അവസാനത്തെ അത്താഴം എല്ലാവർക്കും പകർന്നു കൊടുക്കുക. അത്താഴം പകർന്നു കൊടുത്തിട്ട് ഈ വൈദികർ പറയുന്നുണ്ട് അവൻ്റെ കുരിശുമരണത്തിൻ്റെ ഇതാണ് വൈദികർ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണെന്ന് പറഞ്ഞു. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. ഇവരെന്നെ ആക്ച്വലി ഇന്ന് മഹറോൻ ചൊല്ലിയാലും എനിക്ക് വിഷയമില്ല വിഷയത്തിൽ. പക്ഷേ ക്രിസ്തു ആക്ച്വലി സ്ഥാപിച്ച കൂദാശ എന്ന് പറയുന്നത് അവൻ്റെ അവസാനത്തെ അത്താഴമാണ്. ഈ അത്താഴ സമയത്ത് അവസാനം ഇവന് കഴിക്കാനായിട്ട് കൊണ്ടുവന്ന് ഇവൻ എല്ലാവർക്കും പകർന്നു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളിത് വാങ്ങി കഴിക്കുക, നിങ്ങളിത് കുടിക്കുക. അത് ആക്ച്വലി നമ്മളിവിടെ മദ്യവിരോധികളായിട്ടുള്ള ഒത്തിരി പേരുണ്ടല്ലോ. ശരിയാണ്, മലയാളികൾ കുറേ പേര് ആക്ച്വലി അമിതമായിട്ട് മദ്യപാനികളുണ്ട്. അതൊക്കെ കൺട്രോൾ ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ഈ അന്നത്തെ മദ്യമായിരുന്ന വീഞ്ഞ് ആണ് പകർന്നു കൊടുക്കുന്നത്. എല്ലാവർക്കും പകർന്നു കൊടുത്തു. അത് രക്തവും ശരീരമാണെന്ന് പറഞ്ഞു. അതിലെ രസം എന്ന് പറഞ്ഞാൽ ഇനിയാണ് അതിലെ ദൈവശാസ്ത്രത്തിലൂടെ നമ്മൾ വരേണ്ടത്. ആക്ച്വലി നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ അന്ത്യത്താഴത്തിൻ്റെ ഫോട്ടോ എന്ന് പറയുന്നത് ലിയനാർഡോ ഡി ഡാവിഞ്ചി വരച്ച അവസാന അത്താഴമാണ്. ആ അവസാന അത്താഴത്തിലെ കർത്താവീശോ മിശിഹ എന്ന് ഇവർ വിളിക്കുന്ന, ക്രിസ്തു എന്ന് ചിലർ വിളിക്കുന്ന, അല്ലെങ്കിൽ യേശു എന്ന് വിളിക്കുന്ന എന്തുമായിട്ട് ആ ഗുരു ഒരിക്കലും പുറംതിരിഞ്ഞില്ലിരുന്ന് നേരെ ഇരുന്ന് മഹാമുഖം ഇരുന്നാണ് ശിഷ്യരോട് കൂട്ടത്തിരുന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളിത് ചെയ്യാനാണ് പറഞ്ഞത്. ആ ചെയ്യാൻ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ കുർബാനയ്ക്ക് മുമ്പ് ഒരു പാട്ടുണ്ട്, അന്നാ പസഹാ തിരുനാളിൽ കർത്താവരളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോട് ഈ ബലി അർപ്പിക്കാം, അനുരഞ്ജിതരായി തീർന്നിടാം എന്നാ പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ അനുരഞ്ജനം ഈ എറണാകുളത്തെ അച്ഛന്മാരോട് പോലും ഇവർക്ക് അനുരഞ്ജനം ഇല്ല. അല്ല, അതുപോലെ തന്നെ പരസ്പരം സ്നേഹിക്കാനും അതുപോലെ തന്നെ ബഹുമാനിക്കാനും ആദരിക്കാനും ഒക്കെയാണല്ലോ ക്രിസ്തു ഏറ്റവും കൂടുതൽ ജനങ്ങളോട് ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ സ്നേഹിക്കാനും പരസ്പരം ക്ഷമിക്കാനും തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാനൊക്കെ ഉദ്ബോധിപ്പിച്ച ഈ ക്രിസ്തുവിൻ്റെ പേരിലാണ് ഇവിടെ നടക്കുന്ന എല്ലാ കുഴപ്പങ്ങളും എന്നുള്ള ആലോചിക്കുമ്പോൾ എത്രത്തോളം വിരുദ്ധമാണ് ഇവരുടെ ഈ രീതികൾ. എങ്ങനെയാണ് ഇത്രയൊക്കെ വലിയ തലത്തിലിരിക്കുന്ന വൈദികരും അതുപോലെ തന്നെ ഈ ക്രിസ്ത്യൻ സഭയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന കർദിനാൾ പോലും വളരെ ഇതിനെ എത്ര ലാഘബുദ്ധിയോടുകൂടി കാണുന്നുള്ളൂ. ഇപ്പോൾ ഒറ്റൊരു ഇത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ഈ വത്തിക്കാനിലെ പ്രതിനിധിയുമായിട്ട് കർദിനാൾ ഇപ്പോൾ തട്ടിൽ പിതാവ് ഒരു സംഭാഷണത്തിൻ്റെ വീഡിയോ ആണ് ഇത്. ഇവിടെയുള്ള എറണാകുളത്തുള്ള ചില പ്രശ്നങ്ങൾ വളരെ താൽക്കാലികമാണെന്നും വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പരിഹരിക്കുമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട് ദിവസങ്ങൾക്കുള്ളിലാണ് അദ്ദേഹം ഇവിടെയുള്ള വൈദികരോട് ഈ ഇത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം കോൺട്രാക്ടറി ആണ്? എങ്ങനെയാണ് ഇദ്ദേഹത്തിന് അത്തരത്തിൽ നിലപാട് സ്വീകരിക്കാൻ പറ്റുന്നത്? ആക്ച്വലി എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റാഫേൽ തട്ടിൽ എനിക്ക് അദ്ദേഹത്തോട് ഒത്തിരി സഹതാപമുണ്ട്. അദ്ദേഹത്തിനെതിരെ ജസ്മിയയുടെ വിഷയം കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന ഈ ആൻഡ്രൂസ് താഴത്താണ്. അന്ന് ഇവിടുത്തെ മെത്രാന്മാരോടും ഈ ആലഞ്ചേരിയോടും തട്ടിൽ നിരപരാധിയാണെന്നും നിസ്സഹായനാണെന്നും പറഞ്ഞ് അതിന് ഉള്ള തെളിവുകൾ ഹാജരാക്കിയ വ്യക്തിയാണ് ഞാൻ അന്നത്തെ കാലത്ത്. അത് കഴിഞ്ഞ് തട്ടിൽ എൻ്റെ 2 കവളിൽ ഉമ്മ എന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ മരിക്കുന്നിടത്തോളം മറക്കുകയില്ലെന്നും പറഞ്ഞു. ആ തട്ടിൽ ആക്ച്വലി കുറച്ച് കഴിഞ്ഞ് പല കാര്യങ്ങളിൽ തട്ടിൽ ആക്ച്വലി ഞാൻ ശംഷാബാദ് രൂപത മെത്രാനായിരിക്കുമ്പം ഗുജറാത്തിലെ സംഭവങ്ങൾ ഞാൻ നേരിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഗുജറാത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിൽ ആക്ച്വലി അതുവരെ ഇല്ലാതിരുന്ന ഒരു സിസ്റ്റമായിപ്പോയി. ഗുജറാത്തിൽ അവർ ലത്തീൻ സഭ പോയി കുർബാന കാണും, ഒരു പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ പ്രത്യേക രൂപതയുണ്ടാക്കി ഇനി പുതിയ പള്ളികൾ വേണമെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു പിരിവും കാര്യങ്ങളും തുടങ്ങി. പിരിവെന്ന് പറഞ്ഞാൽ സാധാരണ ജനം ചിലപ്പം തയ്യാറായിരിക്കും. വിശ്വാസമാണ്, വിശ്വാസത്തിൻ്റെ പേര് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഏത് മതസ്ഥനും ഇന്ത്യയിൽ പിരിവ് കൊടുക്കും. അതാണല്ലോ ഈ മതങ്ങളുടെ ഒരു പ്രത്യേകത. കാരണം അത് തന്നെയാണ്. അന്നേരം അത് വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഇവർ ചെയ്ത കൂട്ടത്തിൽ തന്നെ ഇവർ ഇതിനിടയ്ക്ക് വലിയൊരു വെഡ്ജ് കൊണ്ടുവന്നു, വലിയൊരു വിഭജനം കൊണ്ടുവന്നു. ലത്തീൻ സഭ മോശമാണ്, സുറിയാനി സഭ എന്തോ വലിയ ഇതാണെന്ന് പാരമ്പര്യം, സിറിയൻ പാരമ്പര്യം എന്ന് പറയുന്നത്. ആക്ച്വലി ആഗോള കത്തോലിക്ക സഭയിൽ 99.9% ലത്തീനും ബാക്കി ചെറിയൊരു തുണ്ടാണ് ആക്ച്വലി ഈ പറഞ്ഞ 23 സഭകളും ഉള്ളത്. അതിനകത്ത് പോലും 40-50 ലക്ഷമേ ഉള്ളൂ ഈ സീറോ മലബാർ എന്ന് പറയുന്നത്. ഇവർ പറയുന്നത് ഞങ്ങൾ വലിയ മാർപ്പാപ്പയെ അനുസരിക്കുന്നവരാണ്, മാർപ്പാപ്പയോട് വണങ്ങുന്നവരാണ്. അതാണ് കുർബാനയ്ക്കെല്ലാം മാർപ്പാപ്പയുടെ പേരും പറയുന്നത്. എന്തോ ആകട്ടെ, ഇവർ ഞങ്ങൾ ലത്തീൻകാരെക്കാട്ടി വലിയ ലത്തീൻകാരെന്ന് പറയും. ഇത് ഈ പല സീറോ മലബാറുകാരനും ചോദിച്ചിട്ടും സാറിന്റെ സഭ ഏതാ? ഞാൻ റോമനാ അല്ലെ ആർസിയ. ആക്ച്വലി നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ലത്തീൻ സഭക്കാരാണ് യഥാർത്ഥ ആർസിക്കാർ. നമ്മൾ ഇവിടെ സുറിയാനി കത്തോലിക്കരാണ്. എന്നാൽ പോലും നമ്മൾ ക്ലെയിം ചെയ്യുന്നത് നമ്മൾ ആർസിക്കാരാണെന്ന് പറയുന്നത്. അവരെക്കാട്ടി വലിയ ആർസിക്കാരാണ് നമ്മളെന്നും പറഞ്ഞാണ് നമ്മുടെ മെത്രാന്മാരും വൈദികരും എല്ലാം നടക്കുന്നത്, വിശ്വാസിയല്ല. ആക്ച്വലി ലത്തീൻ സഭ പോകുന്നത് ജനാഭിമുഖ കുർബാനയാണ്, കർത്താവ് അർപ്പിച്ചതും ജനാഭിമുഖ കുർബാനയാണ്. അല്ലെങ്കിൽ കർത്താവ് അർപ്പിച്ചതെന്ന് നമ്മൾ കാണുന്ന ശിഷ്യരോട് സംസാരിച്ചതെന്ന് വേണം പറയാം. അങ്ങനെയാണ്.
കർത്താവ് അത് കഴിഞ്ഞ് ആക്ച്വലി കാൽവരിയിൽ മരിക്കുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു. അതെല്ലാം വിശ്വാസത്തിൻ്റെ ഭാഗം. പക്ഷേ ഈ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ പറയുന്ന ഞാൻ പറഞ്ഞ ഇത് വിനയത്തിൻ്റെ മാതൃക, ആ വിനയത്തിൻ്റെ മാതൃകയായിട്ട് കർത്താവ് അർപ്പിച്ച ആ കാൽ കഴുകൽ ശുശ്രൂഷ, അതിനെ തുടർന്ന് വരുന്ന കുർബാന. നമ്മുടെ ഇവർക്ക് എവിടെയാണ് വിനയമുള്ളത്? ആൻഡ്രൂസ് താഴത്തിൻ്റെ മുഖഭാവം നോക്കും, എത്ര ധാർഷ്ട്യത്തോടെയാണ് അയാൾ മറ്റുള്ളവർ ഇടപെടുന്നത്. അലഞ്ചേരിയുടെ മുഖഭാവം നോക്കും, ഇയാളൊക്കെ ആക്ച്വലി ജനത്തിനോട് ചിരിച്ച് സംസാരിക്കാറുള്ളൂ. ജനപ്പോട്ട് സഹോദര വൈദികരോട് അല്ലെ മെത്രാന്മാരോട് എങ്ങനെയാണ് ചിരിച്ച് സംസാരിക്കാറുണ്ടോ? ഇവർ ഞങ്ങൾ വലിയ പുള്ളികളാണ് എന്ന് പറഞ്ഞാൽ അലക്സാണ്ടർ ചക്രവർത്തിയെക്കാട്ടി വലിയ മഹാന്മാരാണ് ഇവരെന്നുള്ളത് എനിക്കാണ് ഇവരിയ്ക്കുന്നത്.